അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബിയുടെ കൈകൊണ്ട് നമ്മുടെ ശരീരം ഖബറിലേക്ക് ഇറക്കി വെക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമായിരിക്കുമല്ലോ. ആ ഭാഗ്യം നമുക്ക് ലഭിക്കാൻ ഒരു മഹത്തായ ഒരു സ്വലാത്തുണ്ട്. ബഹുമാനപ്പെട്ട യൂസുഫുൻ നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഅദത്തുദ്ദാറൈൻ എന്ന് പറയുന്ന സ്വലാത്തിൻ്റെ കിതാബിലൂടെ നമുക്ക് ആ സ്വലാത്ത് പഠിപ്പിച്ചു തരുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് 10 തവണയും വെള്ളിയാഴ്ച രാവിൽ 100 തവണയും ചൊല്ലാൻ മഹാന്മാരായിരിക്കുന്ന ഉസ്താദുമാർ ഈ സ്വലാത്ത് ഇജാസത്ത് നൽകാറുണ്ട്. അത് പ്രകാരം എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് ഈ സ്വലാത്ത് നാം 10 തവണ ചൊല്ലുകയും വെള്ളിയാഴ്ച രാവിൽ 100 തവണ ചൊല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൈ കൊണ്ട് നമ്മുടെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുക എന്നുള്ള അനുഗ്രഹത്തോടൊപ്പം തന്നെ ഈമാനോടുകൂടി അവൻ മരണപ്പെടും. ഈമാനോടുകൂടി മരിക്കുമ്പോഴാണല്ലോ മുത്തുനബി അവിടത്തെ കൈകൊണ്ട് നമ്മുടെ ശരീരം ആ ഖബറിലേക്ക് ഇറക്കി വെക്കുക. ഇത്രയും വലിയ പ്രതിഫലമുള്ള സ്വലാത്താണ് ഇനി പറയാൻ പോകുന്ന സ്വലാത്ത്. ആ സ്വലാത്തിനെ മുടങ്ങാതെ എല്ലാ ദിവസവും നാം ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. അവർ കൂടി സ്വലാത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും ഇൻഷാ അല്ലാഹ്. സ്വലാത്ത് പറയാം, കൂടെ ചൊല്ലുക. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي حبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد النبي الأمي الحبيب العالي القدر العظيم الجاه وعلى آله وصحبه وسلم. ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് 10 തവണയും വെള്ളിയാഴ്ച രാവിൽ 100 തവണയും ചൊല്ലുക. അല്ലാഹു തആല നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വീഡിയോ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.